ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായി എൽത്താരയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിത ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷ അറ്റുപോയ നിമിഷങ്ങൾ കർത്താവിലേക്ക് സമർപ്പിക്കാം. തമ്പുരാൻ നമുക്കായി നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ തിരുനാൾ നമ്മൾ നടത്തുമ്പോൾ കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും നമുക്ക് ഓർക്കാം. ഇന്ന് തിരുസഭയിൽ പുതു ഞായറാഴ്ചയാണ്. വിശ്വാസം ഏറ്റുപറഞ്ഞ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ലീഹായെ ഓർക്കുന്നു. നമ്മുടെയൊക്കെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷകൾ നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഒന്ന് ചേർന്ന് ഒരുമയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മുടെ പാപാവസ്ഥ തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കാം. ആരോടെങ്കിലും വിദ്വേഷമുണ്ട് എങ്കിൽ, ആരോടെങ്കിലും വെറുപ്പുണ്ട് എങ്കിൽ അതെല്ലാം മറന്ന്, അതെല്ലാം പൊറുത്ത് ഈ തിരുനാൾ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കരുണയുടെ ഒരു അടയാളമായി മാറുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഇടവകയെയും നമ്മുടെ വികാരി അച്ഛനെയും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും, രോഗികളായി കഴിയുന്നവരെയും, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥത്താൽ നമ്മുടെ കുടുംബങ്ങളിൽ എന്നും സംരക്ഷണമായി ഭവിക്കുവാൻ നമുക്ക് പ്രത്യേകം യാചിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്ന് ചേർന്ന ഒരുമയോടുകൂടി പരിശുദ്ധമായ ഈ ബലി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതമായി തീർന്നിടാം. നവമോർത്തിനമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമോടെ തിരുമുൻപാകെയാണ് ചെയ്താം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യരുശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യരുശാന്തി
പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിനുതുപോലുലകിൽ നിശ്ചിതം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്ന് തരണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ തോന്നമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവം, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾ ഇന്ന് പ്രത്യേകമായി അനുസ്മരിക്കുന്നു. വിശുദ്ധ ഗീവർഗീസിനെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മദിനത്തിൽ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും
അനവധ്യം മമനാഥാമിൻ മഹിമയ്ക്കുള്ളറിവോ ഞാൻ തലമുറ തലമുറയോളെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നിസ്ത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധരും സുദർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരേ, നിങ്ങളിരുന്ന ശ്രദ്ധയുടെ ദൈവവചനം ശ്രവിക്കുവിൻ. ഏശയുടെ പുസ്തകത്തിലുള്ള വായന 55-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. ഇതിനാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു.
കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം ഇത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരിക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, വിശുദ്ധനാം ഗീവർഗീസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാദവിധാനങ്ങൾ ഘോഷിക്കുന്നു. നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, വിശുദ്ധനാം ഗീവർഗീസിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, വിശുദ്ധനാം ഗീവർഗീസിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതാംഗവും ദൈവികവുമായ കൽപ്പനകളുടെ
മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം തിരുവചനം മാനവരക്ഷാവചനം വചനം തിരുവചനം ജീവനേകും വചനം. കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം. ഹൃദയങ്ങളെ ഉറങ്ങിടുക വചനത്തെ ഹല്ലേലൂയ, ഗീത പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഗീത പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ, ഗീത പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഗീത പാടി വാഴ്ത്തിടാം. നമുക്ക് ശ്രദ്ധാപൂർവ്വം എന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു,
സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച് കിടക്ക എടുത്തു നടന്നു. അന്ന് ഒരു സാബത്തായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവരും ഇരിക്കുക. യേശുമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ച, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ഈശോ ബെത്സദ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് രോഗസൗഖ്യം നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 38 വർഷമായി സുഖം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, വിശുദ്ധജലം എൻ്റെ ദേഹത്ത് വീണു കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിക്കും, അതിന് എന്നെ ആരെങ്കിലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കണം, സഹായം അപേക്ഷിച്ച് കിടന്നിട്ട് ഇതുവരെയും സഹായം കിട്ടാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെയാണ് ഇന്ന് ഈശോ സൗഖ്യമാക്കി വിടുക. ഇന്ന് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാള് നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ ആഘോഷിക്കുകയാണ്. വളരെ ലളിതമായ രീതിയിൽ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പായെ ആദരിക്കുവാനായിട്ട് സഭ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മൾ വളരെ ലളിതമായ രീതിയിൽ ഈ ആഘോഷം നടത്തുകയാണ്. ഓരോ വിശുദ്ധരുടെ തിരുനാളുകളും നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന്, നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവാനുഭവമാകുന്ന തുറമുഖത്തേക്ക്, ദൈവാനുഭവത്തിന്റെ തുറമുഖത്തേക്ക്, ദൈവ അനുഗ്രഹത്തിന്റെ തുറമുഖത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നവരാണ് ഓരോ വിശുദ്ധരും. കുളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് അല്ലെങ്കിൽ എടുത്ത് കുളത്തിലിറക്കുവാനായിട്ട് ആ മനുഷ്യന് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് സഭയിൽ നമുക്ക് വിശുദ്ധരുണ്ട്, നമ്മെ ദൈവത്തിന്റെ അനുഗ്രഹമാകുന്ന കുളക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട്. വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ നമുക്ക് ഈ ഇടവകയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ അർപ്പിക്കുവാനായിട്ട് നമുക്കൊരു സഹായകനായിട്ട് നമുക്കുണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിയണം. AD 300 കപ്പഡോച്ചിയായിൽ ജനിക്കുകയും പിന്നീട് ലിഡായിൽ തന്റെ സേവനം അനുഷ്ഠിക്കുകയും അവസാനം കർത്താവിന് വേണ്ടി രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. തിരുസഭയിൽ നമുക്ക് അനേകം വിശുദ്ധരെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ആയുധധാരികളായ വിശുദ്ധന്മാര് നമുക്ക് വളരെ കുറവാണ്. വിശുദ്ധ ഗീവർഗീസിനെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ ആ വലിയൊരു സർപ്പത്തെ ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു കുന്തം പിടിച്ചു നിൽക്കുന്ന ഒരാളെ ആയിരിക്കും, ഒരു കുന്തത്തെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു സൗന്ദര്യം നിറഞ്ഞ ശക്തിശാലിയായ ഒരു വലിയൊരു വിശുദ്ധൻ. നമുക്കറിയാം, ഈ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വലിയ ഒരു വ്യാളി ഉണ്ടായിരുന്നു, രാജകുമാരിയെ അന്ന് കാഴ്ചവെക്കണം. ആ സമയത്താണ് രാജകുമാരിയെ രക്ഷിക്കുവാൻ, രാജ്യത്തെ രക്ഷിക്കുവാനായിട്ട് തന്റെ തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ട് ആ വ്യാളിയുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട ആ വ്യാളി അവസാനം കീഴ്പ്പെടുത്തിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യാളികള്, ഒത്തിരിയേറെ സർപ്പങ്ങള്, ഒത്തിരിയേറെ തിന്മകള്, ഒത്തിരിയേറെ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസത്തെയും പത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എവിടെയൊക്കെയാണോ ഓരോ പ്രശ്നങ്ങളുള്ളത്, എവിടെയൊക്കെയാണോ തിന്മ നിറഞ്ഞു നിൽക്കുന്നത് എന്ന്. ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ നമ്മോട് പറയുക, നാം നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, നമ്മുടെ ചുറ്റുമിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. എവിടെയെല്ലാം സർപ്പമാകുന്ന പാപത്തിന്റെ അംശങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം
അത് മാറ്റി സ്ഥാപിക്കുവാൻ, അതിനോട് ചെറുത്ത് തോൽപ്പിക്കുവാനായിട്ട് ഇന്ന് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുകയുണ്ടായി, ഇന്ന് സമൂഹത്തില് വളരെ പ്രധാനമായിട്ട് കാണുന്ന 3 വലിയ തിന്മകളാണുള്ളത്, 3 വലിയ വ്യാളികൾ. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വ്യാളിയെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. 1 മദ്യം, 2 മയക്കുമരുന്ന്, 3 ലൈംഗികത. ഇതുപോലെയുള്ള വ്യാളികൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം ഒരിക്കലും വിശുദ്ധരാകുവാനായിട്ട് സാധിക്കില്ല, നമുക്കൊരിക്കലും വിശുദ്ധി നേടുവാനായിട്ട് സാധിക്കുകയില്ല. അവയെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ഒരു പള്ളിയിൽ സഹായിക്കുവാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള അമ്മച്ചിമാര് കുറച്ച് പേര് വന്നെങ്കിലും എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഈ പ്രദേശമോ ആകെ നശിച്ചു, എൻ്റെ കുടുംബമോ അതിലും കൂടുതൽ നശിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിനും വലുത് എന്താ ഉണ്ടായത്? ഇത്രയ്ക്ക് പറയാനായിട്ട് എന്താ ഉണ്ടായത്? എൻ്റെ അച്ഛ, എൻ്റെ കെട്ടിയവൻ, എൻ്റെ മകൻ, ഇതെല്ലാം വൈകുന്നേരം 4 കാലിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഇവർക്ക് മദ്യം കുടിക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ മകനാണെങ്കിൽ ഇന്ന് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ വലിയ ആഴ്ചയിൽ, പെസഹ വ്യാഴാഴ്ച ദിവസം, ഈ അപ്പനും മകനും പള്ളിയിൽ വന്നിട്ടില്ല. ചോദിച്ചു ഞാൻ, എന്തേ അമ്മച്ചി അവർ പള്ളിയിൽ വരാത്തത്? വലിയ ആഴ്ചയല്ലേ, ആണ്ടിലൊരിക്കെങ്കിലും ഒന്ന് കുമ്പസാരിക്കണ്ടേ? എൻ്റെ അച്ഛൻ ഇത് ആരോട് പറയാനാ? ഇത് ആര് കേൾക്കാനാ? രാവിലെ തന്നെ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല ഒരു പണയം വെച്ചിട്ട് ആ കാശ് കൊണ്ടുവന്ന് മദ്യം വാങ്ങിച്ച് വീട്ടിലിരുന്ന് കുടിക്കുകയാ. ഞാൻ ഇത് ചോദിച്ചപ്പോൾ മോൻ എന്നോട് പറഞ്ഞത്, അമ്മ ഇനി വാ തുറന്നാൽ ഞാൻ അടുത്തത് കുടുംബത്തിന്റെ ആധാരം എടുത്ത് പണയം വെക്കൂന്ന്. വേറൊരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്കിനി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റും തോന്നണില്ല, ഭർത്താവ് മദ്യപിച്ച് ഇങ്ങനെ ലക്ക് കെട്ടിയിരിക്കുകയാ, എന്നോട് പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞതാ. ഞാനപ്പോ കണ്ണും വെട്ടിച്ച് ഓടിപ്പോന്നതാ, ഒന്ന് കുമ്പസാരിക്കാലോ എന്ന് കരുതി. ഇനി തിരിച്ചു ചെല്ലുമ്പോ, ഇപ്പൊ ഇത്ര സമയമായി, 6 മണി 6:30 ഇനി തിരിച്ചു ചെല്ലുമ്പോ എന്നെ വീട്ടിൽ കയറ്റുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. കാരണം അനുസരണക്കേടല്ലേ കാണിച്ചത്. പ്രിയമുള്ളവരെ ഓർത്ത് നോക്കുക, ഇന്നും സർപ്പം വാഴുന്ന കുടുംബങ്ങളാണ് നമ്മുടേത്. ഇന്നും പാപത്തിന്റെ അംശങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കുമ്പസാരിക്കാതെയും വലിയ ആഴ്ചയിലെ മദ്യത്തിന്റെ അടിമയായി, മയക്കുമരുന്നിന്റെ അടിമയായി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ടോ, നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണം. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ ഒരു സമൂഹത്തിന് പ്രതീക്ഷയായിരുന്നു. രാജകുമാരി, രാജ്യത്തിലെ സ്ത്രീകള്, രാജ്യത്തിലെ വ്യക്തികള് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവർക്ക് പ്രതീക്ഷയുടെ നാമ്പുമായിട്ട് മുന്നോട്ട് വന്ന വിശുദ്ധൻ നമുക്ക് വിശ്വാസത്തിന്റെ അടയാളങ്ങളാണ് കാണിച്ചു തന്നത്. രാജ്യത്തിന്റെ സേവനത്തിലായിരുന്നുവെങ്കിലും വിശ്വാസം ത്യജിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഗീവർഗീസ് പുണ്യാളൻ പറഞ്ഞു, ഇല്ല, സാധിക്കില്ല, ഞാൻ ത്യജിക്കില്ല. അങ്ങനെയാണ് രക്തസാക്ഷിത്വം മകുടം ചൂടുക. കാലം ചെയ്ത പരിശുദ്ധ പിതാവിൻ്റെ പേര് നമുക്കറിയാം, ജോർജ് എന്ന് തന്നെയായിരുന്നു. ഫ്രാൻസിസ് പാപ്പ ആകുന്നതിന്, ആ പേര് എടുക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ജോർജ് ബർഗോളിയോ എന്ന വിശുദ്ധ ഗീവർഗീസിന്റെ നാമധാരിയായിട്ടുള്ള പരിശുദ്ധ പിതാവാണ്. പരിശുദ്ധ പിതാവും ഇതേ കാര്യം തന്നെ പറഞ്ഞു വെക്കുക, ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, പാപത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം, പല അടിമത്തങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചെന്ന് വരാം. പക്ഷേ പ്രതീക്ഷയുള്ളവരായിരിക്കുക, കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരായിരിക്കുക. അതുകൊണ്ട് തന്നെ തൻ്റെ തന്നെ ജീവിതം മരിക്കുന്നതിന് മുൻപേ ഹോപ്പ് എന്ന പേരിൽ, HOPE, ഹോപ്പ്, പ്രതീക്ഷ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി പരിശുദ്ധ പിതാവ്. പരിശുദ്ധ പിതാവിന്, ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധ പിതാവിന്റെ നാമം എന്ന് പറയുന്നത് ഗീവർഗീസിൻ്റെതാണ്. വിശുദ്ധ ഗീവർഗീസിനെ പോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനായി, മനുഷ്യർക്ക് വിശ്വാസത്തിന്റെ കണങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായി,
മറ്റു എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതീക്ഷയുടെ അംശങ്ങൾ നൽകുവാനായി ജീവിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. തൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, തൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം നന്മ നിറഞ്ഞ ഹൃദയത്തോടുകൂടി, കരുണ നിറഞ്ഞ മനസ്സോടുകൂടി, സ്നേഹം നിറഞ്ഞ മനോഭാവത്തോടുകൂടി എല്ലാവരെയും സമീപിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഞാൻ ഫ്രാൻസിസ് പാപ്പയെ കൂടുതൽ പറയാൻ കാരണം വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ അന്നത്തെ കാലത്ത് വിശ്വാസത്തിന് വേണ്ടി മനുഷ്യന് പ്രതീക്ഷ നൽകുവാനായി കാത്തിരുന്നു ജീവിച്ച വ്യക്തിയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തിൽ വളർത്തുവാൻ വേണ്ടി, മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുവാൻ വേണ്ടി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്നലെ ശവസംസ്കാരത്തിൻ്റെ ദിവസമായിരുന്നു. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ ബെന്നി നൽക്കരയച്ഛൻ പരിശുദ്ധ പാപ്പയെക്കുറിച്ച് എഴുതി വെച്ച ഏതാനും വരികൾ അത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ടിരുന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടം തോന്നി. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലും അത് തട്ടും. പാപ്പയുടെ ജീവിതം അറിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാകും ഇതെന്താണ് ഈ പറയുന്നതെന്ന്. ഫ്രാൻസിസ് ഒരു പേരല്ല, ഒരു പെരുമാറ്റമാണ്. ലാളിത്യവും നൈർമല്യവും നിറഞ്ഞ സുവിശേഷ പെരുമാറ്റം. അരുതുകളാലും ആചാരങ്ങളാലും വല്ലാതെ വികൃതമാക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മുഖം വീണ്ടെടുക്കുവാൻ അർപ്പിതനായിരുന്നു ആ ജീവിതം. പട്ടുകുപ്പായവും മട്ടുപ്പാവും ഒഴിവാക്കുവാനായി പരമാവധി പരിശ്രമിച്ചു. മതഭ്രാന്തില്ലാത്ത വിശ്വ സാഹോദര്യം ഊണിലും ഉറക്കത്തിലും സ്വപ്നം കണ്ടു. ഇല്ലായ്മയുടെ സുഖം അറിയാത്തവർ ദരിദ്രരുടെ പക്ഷത്ത് അല്ലെന്ന് അയാൾ തുറന്നു പറഞ്ഞു. എല്ലാവരെയും ചേർത്ത് പിടിച്ചു. സർവാശ്ലേഷിയായ സ്നേഹത്തിൻ്റെ പെരുമാറ്റം. അരികുകളിൽ കഴിഞ്ഞവരെയാണ് കരുണയായി അവരുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങി. ആരെയും വിധിക്കാതെ, ആരെയും കല്ലെറിയാതെ അയാൾ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അമ്മ ഭൂമിയെ പൊന്നുപോലെ നോക്കുവാൻ അദ്ദേഹം ഒരു കുളിർമയുടെ സുവിശേഷമായി. നിനക്ക് ക്രിസ്തുവിൻ്റെ മണമുണ്ടെന്ന് ലോകം അയാളോട് പലവട്ടം പറഞ്ഞു. മഹാമാരികളിലും യുദ്ധങ്ങളിലും അയാൾ പ്രത്യാശയും സമാധാനവുമായി. വിട വാങ്ങുന്നതിന് മുൻപ് സ്വജീവിതത്തെ ചുരുക്കി എഴുതി ഹോപ്പ്, പ്രത്യാശ. പോപ്പ് ഫ്രാൻസിസ് അങ്ങ് ഹോപ്പ് ഫ്രാൻസിസ് ആണ്. ഒപ്പം ജീവിക്കുന്നവർക്കും ഇനി ജീവിക്കാനിരിക്കുന്നവർക്കും. ഇതാണ് എഴുതി വച്ച വരികൾ. മാർപ്പാപ്പയുടെ ജീവിതം പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ നമുക്ക് വേണ്ടി വിശ്വാസത്തിന് രക്തസാക്ഷിയായി എങ്കിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ ജീവിച്ച കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഒരു അത്താണിയായി മാറിയെങ്കിൽ, കരുണയുടെ സ്നേഹത്തിന്റെ അത്താണിയായി മാറിയെങ്കിൽ, എന്തുകൊണ്ട് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷയായി മാറിക്കൂടാ? മദർ തെരേസ പറയുന്ന ഒരു വചനം തൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ദ ഗ്രേറ്റസ്റ്റ് ഡിസീസ് ഇൻ ദിസ് വേൾഡ് ഈസ് നോട്ട് എയ്ഡ്സ് ഓർ ക്യാൻസർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് എയ്ഡ്സോ ക്യാൻസറോ അല്ല, മറിച്ച് ഇറ്റ് ഈസ് ദ ഫീലിംഗ് ഓഫ് അൺവാണ്ടഡ്നെസ്. ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള തോന്നലാണ് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രോഗം. എനിക്ക് ആരുമില്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്ത. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ, നമ്മുടെയൊക്കെ കുട്ടികളിൽ നോക്കിയാൽ ഈ ഒരു ചിന്ത ഇന്ന് വളരെ ശക്തമായിട്ട് നിഴലിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് എന്തുകൊണ്ട് എത്രമാത്രം ആത്മഹത്യകൾ പെരുകുന്നത്? നമ്മുടെ അടുത്ത് തന്നെയല്ലേ ഒരു സ്ത്രീയും 2 മക്കളും റെയിൽവേ ട്രാക്കിൽ ജീവൻ ഒടുക്കിയത്. ഞാൻ ജോലി തേടി നടന്നു, എനിക്കാരും ജോലി തന്നില്ല. ഞാൻ കുറെ പേരുടെ അടുത്ത് ചെന്ന് അഭയമായിട്ട് ചെന്നു, ആരും എന്നെ സ്വീകരിച്ചില്ല, എന്നെ ആർക്കും വേണ്ട, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? അല്ല പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇന്നത്തെ ഈ തിരുനാള് കൂടുതൽ അർത്ഥവത്താകും. സങ്കടപ്പെടുന്നവർക്ക് പ്രത്യാശയായി മാറിയ വിശുദ്ധ ഗീവർഗീസിനെ പോലെ, ദുഃഖത്തിലാഴുന്നവർക്ക്, ഭീതിയിലാഴുന്നവർക്ക്
പ്രത്യാശയായി മാറിയ വിശുദ്ധ ഗീവർഗീസിനെ പോലെ തന്റെ അടുത്ത് വരുന്നവർക്ക് ഈ ലോകത്തിലെ ജനതയ്ക്ക് മുഴുവൻ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമായി മാറിയ ഫ്രാൻസിസ് പാപ്പായെ പോലെ നമുക്കും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്ക്, ഒറ്റപ്പെടുന്നവർക്ക്, സങ്കടം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയായി മാറുവാനായിട്ട് ഈ തിരുനാള് നമ്മെ സഹായിക്കട്ടെ. 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, പഴയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കും. മോശ 10 കൽപ്പനകളുമായിട്ട് 2 കൽപ്പലകങ്ങൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ താല്പര്യമുള്ളവർ എൻ്റെ അടുത്തേക്ക് വരിക. കാരണം അവർ കാളക്കുട്ടിയൊക്കെ വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യ ദൈവങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോശ പറയുക, നിങ്ങളിൽ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ താല്പര്യമുള്ളവർ എൻ്റെ അടുത്തേക്ക് വരിക. ഇന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് കർത്താവ് ഈശോ മിശിഹ നമ്മോട് പറയുന്നത്, വിശുദ്ധ ഗീവർഗീസ് പുണ്യവാൻ നമ്മോട് പറയുന്നത്, ദൈവത്തിന്റെ പക്ഷത്ത് ജീവിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. സ്നേഹത്തിന്റെ അടയാളമായി, പ്രതീക്ഷയുടെ അടയാളമായി നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് നയിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ കൂടുതൽ വിശുദ്ധമാകും, അനുഗ്രഹീതമാകും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ഗീവർഗീസ് വഴി പ്രത്യാശയുടെ അടയാളങ്ങൾ, വിശ്വാസത്തിന്റെ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ തന്നു. ഞങ്ങളുടെ ചെറു ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ഞാൻ വ്യാപരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യാശയുടെ അടയാളങ്ങളായി മാറുവാൻ, സ്നേഹത്തിന്റെ അടയാളങ്ങളായി മാറുവാൻ, ഒറ്റപ്പെടുന്നവർക്ക് അത്താണിയായി മാറുവാൻ നീ എന്നെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭാമർദ്ദനായിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പലസ്തീനയിൽ വെച്ച് രക്തസാക്ഷിമാകുടം ചൂടിയ വിശുദ്ധ ഗീവർഗീസിനെ പോലെ സഭാസേവനം വഴി ജീവിതത്തെ ധന്യമാക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഹപ്രവർത്തകർക്ക് സന്മാനം നൽകുകയും സത്യവിശ്വാസികൾക്ക് ചൈതന്യം നൽകുവാൻ വേണ്ടിയും അവർണയങ്ങളായ പീഡനങ്ങൾ സഹിക്കുകയും ജീവൻ പോലും ത്യജിക്കുകയും ചെയ്ത വിശുദ്ധനെ അനുഗ്രഹിച്ച് എന്ത് ത്യാഗവും സഹിക്കുവാനും നല്ല മാതൃക നൽകാനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പകർച്ച രോഗങ്ങളാലും വിഷഭയത്താലും മറ്റു വലയുന്നവരുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സകലവിധ രോഗങ്ങളിൽ നിന്നും ആവൽ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായുടെ സഭ തലവനായ ഞങ്ങളുടെ പിതാവ് മാർ റാഫേൽ പിതാവിന് വേണ്ടി, മാർ ജോസഫ് മെത്രാന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനുപുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്നെ അനുകരിച്ച വിശുദ്ധ ഗീവർഗീസിനെ അനുസ്മരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നിനക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ സൗഭാഗ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും സകലത്തിന്റെയും നാഥനാഥന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ
ഈശോയെ, ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സ്നേഹത്തെ അത്താണിയായി കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ഈ അപ്പവും വീഞ്ഞും അങ്ങയുടെ തിരു ശരീര രക്തങ്ങളായി മാറുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും, പാപം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെയും അങ്ങ് വിശദീകരിക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടേതാക്കി മാറ്റുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സാധനുമതുപോലാത്മജനം ദിവ്യറുഹാക്കും സ്തുതിക്കുന്നു. ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിന്ന സാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോട്ടിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോട് തെങ്ങും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുന്നേക്കും. നോമം പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൽ നിത്യം നമുക്കൊത്ത് ചേർന്ന് നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തതാതനാമേക ദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാം സത്യബോധനങ്ങളിലാദിജാതനാ, സൃഷ്ടിയല്ല പുത്രനോ യേശുദൈവജൻ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ, ലോക സൃഷ്ടി പൂർത്തിയായങ്ങിലൂടവേ, മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ, മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറിയാണ് മൃത്യുവാർന്നവൻ, മൂന്നു നാളിനുള്ളിൽ സത്യദൈവസൂനുവേ, മണ്ണിലൊത്തിവൻ മഹത്വപൂർണ്ണ ശോഭയിൽ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ, വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ, ഒടുവിലെത്തുമീ മഹിയിൽ വന്നു വിധിയുമായി, സകലരും ശ്രമിക്കുമന്ത്യവിധി വിനീതരായി. നിന്നപോലെ സുടരിൽ നിന്നുവേ, പ്രഭുവാണ് വാണിടുന്ന സത്യദൈവമാ, ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ, വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളെ വരും. ഏകമാണു ധന്യമാണു പാവനം സദാ, ശ്ലൈഹിക പ്രഭാവമാർന്നു സാർവജനീനം, പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും, ഏറ്റുചൊല്ലു സാദരം ഞങ്ങളെ വരും. മുട്ടിമുട്ടിയാമുയർക്കും നിത്യജീവനും, ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളെ വരും. സർവശക്തതാതനാകുമേക ദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിൻ്റെയും നാഥനാഥന്റെ സ്തുതികൾ ആലപിക്കുവാൻ ദൈവം നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പത്രകേസ്മാരും മേജർമാരും മെത്രാപ്പൊലിത്തമാരും മെത്രന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. വിശാല കൃപയാൽ ഇവരെ ഞങ്ങൾ സഹായത്തിൽ രക്ഷിക്കും. സർവകാര്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തെയും നാഥനായ ദൈവം തന്റെ വിശ്വസിക്കുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സ്ത്രീകളാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
സഹോദരി മിശാട് സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അടുത്ത പത്രം വിശുദ്ധരും കൂടെ കർത്താവിന് നന്ദിയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നതിനെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാവൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരത്തെ. ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാബ്രാഹം യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിച്ചു. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോട് കൂടെ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉറക്കെ ചൊല്ലുക. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, 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 Hosanna. മഹത്വത്തിൻ രാജാവാഗതനായി സൈന്യങ്ങൾ തൻ കർത്താവാഗതനായി വിശുദ്ധിയുള്ളൊരു വീതികളാകുക നാം. പാവനരൂപനു പാതയൊരുക്കുക നാം. മഹത്വത്തിൻ രാജാവാഗതനായി സൈന്യങ്ങൾ തൻ കർത്താവാഗതനായി വിശുദ്ധിയുള്ളൊരു വീതികളാകുക
പരിശുദ്ധൻ അത്യുന്നതിയുടെ പരിശുദ്ധൻ പാടുക പാടുക മാനവരേ ദാവീദിൻ സുതനോശാന ആദിയിലുള്ളൊരു പരിശുദ്ധൻ അത്യുന്നതിയുടെ പരിശുദ്ധൻ പാടുക പാടുക മാനവരേ ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരാൻ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി, ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാറാഫിൽ തട്ടിൽ പിത്രാപോലിത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കു വേണ്ടിയും കാലം ചെയ്ത ഫ്രാൻസിസ് മാപ്പാപ്പയ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ശമാശന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച
നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഇവരുടെ വിധങ്ങളായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടിയും ഈ തിരുനാൾ ഏറ്റുകഴിച്ച് നടത്തുന്ന എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗ പൂർത്തീകരണത്തിനു വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ളവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവാനായി ആരോരുമില്ലാത്തവർക്കു വേണ്ടിയും ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തിരുനാൾ പ്രതിനിധി സംഘത്തിനു വേണ്ടിയും ഈ ഇടവകയ്ക്ക് വേണ്ടിയും എളിയദാസനായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിനുമേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ശോംസിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയവിദ്യജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടും പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ നാം വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവളേറെയുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവാദികൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവരക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയേണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാമന്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാനും പാവങ്ങൾ, കാണുന്നു ഞാൻ അവയിൽ മുൻപിൽ. അറിയുന്നു ഞാനും പാവങ്ങൾ, കാണുന്നു ഞാൻ അവയിൽ മുൻപിൽ. നിന്തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ദൈവമേ, കനിയണമേ. പാവങ്ങൾ പൊറുക്കേണമേ. ഘോരമാണെന്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ശോംസിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. ഇറങ്ങി വരുന്നു ദൈവം. എൻ ഹൃദയത്തിൽ വന്നു വാസമാകാൻ ഇറങ്ങി വരുന്നു ദൈവം. ആരാധിക്കാം നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമേശുവേ. ആരാധിക്കാം നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമേശുവേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് സമർപ്പിക്കാം. അനുതാപത്തിലുള്ള അന്വേഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതവും അങ്ങേ സ്വർഗരാജ്യത്തിൽ സകൽ വിശുദ്ധരുടെ മുന്നിൽ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാടിയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴുവാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനു വേണ്ടിയുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, മനസാക്ഷിയുടെ നറുമില്ലത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാമോചനത്തിനായി കാരണവരം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടെ നമുക്ക് സമീപിക്കാം. മിശിഹായുടെ തിരുശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. സർവശക്തനും നിത്യം ജീവിക്കുന്നവരുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവേ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കി അങ്ങയുടെ കാരുണ്യതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ പങ്കുചേർന്ന് നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായി, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയാം ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയപ്പോളിൻ ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാൻ നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയുടൻ നിന്നും ജീവൻ നൽകും ദൈവികമാ ചുറ്റിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ.
ഈശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇങ്ങനെ പരിഗണിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.